ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷയുടെ ഫസ്റ്റ് എപ്പിസോഡിലെ ഒരു ചെറിയൊരു ഫൈറ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യ ടാസ്ക് എന്ന് പറയുന്നത് 40 മത്സരാർത്ഥികൾക്കും ഒരുമിച്ച് നൽകിയ ഒരു ഗെയിമായിരുന്നു കേട്ടോ. 2 സൈഡുകളിലായി ഒരു വശത്ത് പൂട്ടുകളും അതിൽ ടാഗുകളും ഉണ്ടായിരുന്നു. ടാഗിനകത്ത് ഒരു ക്ലൂ ഉണ്ടാകും, അതിൻ്റെ എതിർവശത്ത് കുറേ താക്കോലുകളും അവിടെയും ചില ക്ലൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ടാസ്കിൽ ആകെ 20 പേർക്ക് മാത്രമാണ് വിജയിക്കാൻ കഴിയുക. കാരണം 20 പൂട്ടും 20 താക്കോലുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. നിശ്ചിത സമയത്തിനുള്ളിൽ ശരിയായ ക്ലൂ ഉള്ള താക്കോൽ കണ്ടെത്തി കളക്ട് ചെയ്യുക എന്നതായിരുന്നു ആദ്യത്തെ ജോലി. ഒരുപാട് താക്കോലുകൾ അവിടെ ഉണ്ടായിരുന്നു, എല്ലാത്തിലും ക്ലൂ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഭാഗ്യം, സ്പീഡ്, കോൺസെൻട്രേഷൻ എന്നിവയെല്ലാം ആവശ്യമായ ഒരു ടാസ്ക് ആയിരുന്നു കേട്ടോ. ആദ്യ ടാസ്ക് എന്ന നിലയിൽ നോക്കുമ്പോൾ ഇത് കുറച്ച് ടഫായിരുന്നു കേട്ടോ. എല്ലാവരും പെട്ടെന്ന് പാനിക്കാവുന്ന ഒരു അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കാരണം എത്രയും വേഗം താക്കോല് കണ്ടെത്തണം, അതിൽ ക്ലൂ മനസ്സിലാക്കണം, പിന്നീട് അതനുസരിച്ചുള്ള പൂട്ട് കണ്ടെത്തി തുറക്കണം. അങ്ങനെയായിരുന്നു ഈ ടാസ്കിനിടെ ചെറിയൊരു ഫൈറ്റ് കിടക്കുന്നത് കേട്ടോ. കുറേ മത്സരാർത്ഥികൾ ശരിയായ താക്കോല് കണ്ടെത്തി പൂട്ട് തുറന്ന് മുന്നോട്ട് പോയിരുന്നു. എന്നാൽ പൂജ എന്ന മത്സരാർത്ഥിക്ക് താക്കോലും ക്ലൂവും ശരിയായ പൂട്ടും കിട്ടിയിട്ടും അത് തുറക്കാൻ സാധിച്ചില്ല കേട്ടോ. അതിനിടെയാണ് മറ്റൊരു മത്സരാർത്ഥി ഹെൽപ്പ് ചെയ്യാൻ എന്ന രീതിയിൽ അവിടേക്ക് എത്തുകയും ചെയ്യുന്നത്. പൂജയുടെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങി അയാൾ തന്നെ പൂട്ട് തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ അവിടെ ഒരു പ്രധാന കാര്യം ഉണ്ടായേ, അയാളുടെ കയ്യിൽ ആ ക്ലൂ ഉണ്ടായിരുന്നില്ല, കാർഡും ഉണ്ടായിരുന്നില്ല. എന്നാൽ പൂട്ട് ഏതാണെന്ന് മനസ്സിലാക്കി താക്കോല് കയ്യിൽ വാങ്ങിയിട്ട് തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു അവിടെ ചെയ്തത്. അതായത് നമ്മുടെ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ അഗ്നി പരീക്ഷയിൽ ബിഗ് ബോസ് ലെവൽ ഗെയിം കളിക്കാൻ നോക്കിയതാണോ എന്ന് വരെ നമുക്ക് തോന്നി പോകും കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെന്നാൽ ആ ഒരു ടെലികാസ്റ്റ് ചെയ്ത എപ്പിസോഡ് ഒന്ന് കണ്ടു നോക്ക്. എന്തായാലും പിന്നീട് അവതാരികയായ റെനീഷ ഇടപെട്ടിട്ടാണ് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയത് തന്നെ. ഇതിനിടയിൽ പൂജയും ഭയങ്കര സീരിയസ് ആയിട്ട് കളിക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പൂട്ട് തുറക്കാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ പൂജ അവിടെ സത്യാഗ്രഹം ഇരിക്കുമെന്ന് വരെ ചിന്തിച്ചു പോയി കേട്ടോ. അത്രയും സീരിയസ് ആയിട്ടായിരുന്നു അവിടെ ടാസ്കിനെ സമീപിച്ചത് തന്നെ. എന്തായാലും ഈ ഒരു എപ്പിസോഡ് കണ്ടാൽ നിങ്ങൾക്ക് സംഭവം കൃത്യമായിട്ട് മനസ്സിലാവേ. ഒടുവിൽ റെനീഷ ഇടപെട്ടതോടു കൂടിയിട്ട് ആദ്യ ദിവസം തന്നെ വലിയൊരു കലഹം അവിടെ ഒഴിവായി എന്ന് തന്നെ പറയാം കേട്ടോ. പൂജയുടെ താക്കോല് ഉപയോഗിച്ചിട്ട് പൂട്ട് തുറക്കാൻ കഴിയാതിരുന്നത് ഒരു പക്ഷേ ആ ഒരു താക്കോല് മറ്റാരെങ്കിലും ഉപയോഗിച്ചതിനാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താലായിരിക്കും കേട്ടോ. എന്തായാലും അവസാനം പൂജയെ വിജയിയെ കണക്കാക്കുകയും 20 വിജയികളിൽ ഒരാളായി തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഡേയിൽ തന്നെ ഫസ്റ്റ് ടാസ്കിനിടെ ഒരു ചെറിയൊരു ഫൈറ്റ്. നമ്മുടെ അഗ്നിപരീക്ഷയുടെ തുടക്കം തന്നെ ഒരു ബിഗ് ബോസ് സ്റ്റൈലിലായിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ. ആ ഒരു എപ്പിസോഡ് കണ്ട് ശരിക്കും മനസ്സിലാവും ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് വരുന്ന എപ്പിസോഡുകളൊക്കെ കാണുമ്പോൾ മനസ്സിലാവുമേ.